കാലാകാലങ്ങളിലായി മനുഷ്യൻ മാറി, മതങ്ങൾ മാറി, പ്രത്യയശാസ്ത്രങ്ങൾ മാറി, ഭരണ സംവിധാനങ്ങൾ മാറി. മാറാത്തത് ഒന്നേ ഒന്ന്: ഉള്ളോനും ഇല്ലാത്തോനും, രാജാവും പ്രജകളും, ജന്മിയും കുടിയാന്മാരും, ധർമ്മനും ദാസനും. അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി സമർപ്പിക്കട്ടെ ഈ നാടകം. What is life without a little drama in it? ജീവിതം ഒരുതരം നാടകമല്ലേ? അപ്പോ നമ്മളൊക്കെ ആരാ? നമ്മൾ നടന്മാർ, ആക്ടേഴ്സ്. അത് മതി. ഈ ഒഴിവ് ദിവസം ഈ വേദിയിൽ ജീവിതം നാടകമായും നാടകം ജീവിതമായും അരങ്ങേറുന്നു. അയ്യോ, ഇത് കൊള്ളാമല്ലോ. എന്റെ പൊന്ന് സാറന്മാരെ, അടുത്ത ആഴ്ച നാടകമുള്ളതാണ്. രാജാവിന്റെ കിരീടവും ഈ ചെങ്കോലും മന്ത്രിയുടെ തലപ്പാവും പിന്നെ പോലീസിന്റെ തൊപ്പിയും എല്ലാം ഇങ്ങ് എടുക്കുക. കഞ്ഞി കുടിച്ച് പോകാനുള്ളതാണേ. ഒന്ന് കളിച്ച് കേറി വരിക. ഉണ്ടായിരുന്ന മൂടെല്ലാം കളഞ്ഞു. അതന്നെ, സാധാരണ ഇങ്ങനെ ദിവസങ്ങളിൽ നമ്മൾ ഒത്തുകൂടുമ്പോ പിഴപ്പും പരദൂഷണവും ഒക്കെ പറഞ്ഞ് പിരിഞ്ഞു പോവാറാ പതിവ്. ഇന്നെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാ അവൻ അതും സമ്മതിക്കില്ല. നിന്റെ ഈ ഇൻകുലാബും വിപ്ലവവും ഒക്കെ ഉണ്ടല്ലോ, അങ്ങ് നാടകത്തിനകത്ത് മതി കേട്ടോ. ഇത് ഇവിടെ കൊണ്ട് നടക്കാൻ വരുന്നു. നീ ഒന്ന് നടിച്ച് എന്റെ വിനയാ. ഈ കൂതറ റമ്മു അടിച്ചു നടക്കുന്ന ഇവനൊക്കെ ഒരു നല്ല ബ്രാൻഡ് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചപ്പോ അഹങ്കാരം. എന്റെ ധർമ്മേട്ടാ, അവന് നമ്മുടെ വേവ് ലെങ്ത് അറിയാനിട്ടല്ലേ. ഒഴിവാക്ക്. എടാ ദാസ, വാടാ, വന്നൊന്ന് കീച്ചണ. എന്റെ ജാൻസി, നിങ്ങളുടെ വേവ് ലെങ്ത് വേറെ, നിങ്ങൾ അടിച്ചു. എന്റെ ദാസ, എന്റെ ദാസ, എന്റെ ദാസ, നീ പിണങ്ങിയോടാ? എടാ ദാസ, നീ ഞങ്ങളുടെ ദൈവമല്ലടാ, ദൈവം. ദൈവക്കോലം ആടി നടക്കുന്ന ദാസൻ. പോയി അടിക്കണം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അടിക്കണ പറഞ്ഞു. ദാസ, നീ വന്ന് രണ്ടെണ്ണം അടിക്കടാ. എടാ, അത് രണ്ടെണ്ണം അടിച്ച് നമുക്കൊന്ന് തുള്ളടാ. ജാൻസി, ദാസ പിടിക്കാണേ. നമ്മള് 3 പേരും ഇന്ന് ഇവന്ന് അടിച്ച് നാളെ കാലം പോവും. ഇവനെ ഞാൻ ഇന്ന് ഇവിടെ കുടിപ്പിച്ച് കാലത്ത് കുടിക 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 കുടിക. ഔദാര്യം തൊണ്ടയിൽ വലിഞ്ഞു മുറുകുന്നു. പണ്ട് അച്ഛനും ഇങ്ങനെയായിരുന്നു. കാവല് വാടണം, അത് കഴിയുമ്പോ പൈസയ്ക്ക് വേണ്ടി കമ്മിറ്റിക്കാരുടെ മുമ്പിൽ വാടണം. അച്ഛാ, ഇത് എത്ര തവണ പറഞ്ഞിരിക്കുന്നു. ഇതൊന്ന് നിർത്തിക്കൂടെ? ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ദാസ, ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് നമുക്ക് ഒരുപാട് ആട്ടം ആടി തീർക്കണം. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മരിച്ചതിന് ശേഷവും ആട്ടം നിലയ്ക്കുന്നില്ല.
സാധനം? ഇവൻ നമ്മുടെ മച്ചപ്പുറത്ത് ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ തക്കട് കുട്ടൻ. എടാ ദാസ, അടിപൊളി സാധനം. എന്തൊക്കെ സെറ്റപ്പാണ് ഇത്? നമുക്കിതൊന്നൊക്കെ എടുത്ത് ഉപയോഗിക്കണ്ടേ? നോക്ക്, വെറുതെ കുറ്റം മുന്നായും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതൊക്കെ ഒന്ന് എടുത്ത് ഉപയോഗിക്കണം. നോക്കിയേ, നമ്മുടെ പ്രേക്ഷകരൊക്കെ എക്സമേറ്റിരിക്കല്ലേ? നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്നാ പിന്നെ നമുക്കൊരു കളി കളിക്കാം. കളിയോ? ആ കളി. അതെന്ത് കളിയാ? അയ്യടാ, കളി എന്ന് പറഞ്ഞപ്പോ അവന്റെയൊക്കെ വായിന്ന് തേനൊലിക്കണു. ആ കളി അല്ലടാ ഈ കളി. ഊളന്മാര്. നമ്മള് ഇത് അസല് പോലീസും കള്ളനും, കള്ളനും പോലീസും കളി കേട്ടിട്ടുള്ളോ? ഒരു രാജാവ്, ഒരു മന്ത്രി, ഒരു റാണി, ഒരു കള്ളൻ, ഒരു പോലീസ്. ഓ, നല്ല fresh കളി. അതിനാണ് ധർമ്മ. അപ്പൊ നമ്മൾ ഇവന്റെ ഈ 4 സെന്റ് കോളനിലാണോ കളിക്കാൻ പോകുന്നത്? ആ കളിയല്ല ഈ കളി. പിന്നെ ഇത് നമ്മൾ ചെറുപ്പത്തിൽ പേപ്പറൊക്കെ എഴുതി പോക്കറ്റിലിട്ട് കളിക്കൂലേ? രാജാവ്, മന്ത്രി, പോലീസ്, കള്ളൻ. അപ്പൊ രാജ്ഞിയില്ലേ? എടീ മാധ്യമ പ്രവർത്തക ബഹനി, നമ്മള് റാണിക്ക് വേണ്ടിയല്ലേ ഈ കളിക്കുന്നത്? രാജാവ് ധർമ്മേട്ടനാണെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. അതെ, അത് വേണ്ട. നീ രാജ്ഞിയെ പോയിട്ട് കൊണ്ടുപോവാ. ഞാനോ? ആ, നീ തന്നെ. ഓ, ഒരു രാജ്ഞിയെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാ ഇറ്റ്സ് വെരി സിമ്പിൾ ഫോർ മീ. എത്ര എണ്ണം വേണം? എത്ര എണ്ണം നീ വേണം? ഒരെണ്ണത്തിനെ കൊണ്ടുപോവാ. കൊണ്ടുവരും. എന്നാ കൊണ്ടുപോവാ. കൊണ്ടുവരും. ആ. ഓ, അപ്പോ രാജ്ഞി ശരിക്കും വരുമായിരിക്കും അല്ലേ? രാജ്ഞിനെയൊക്കെ ജാൻസി കൊണ്ടുവരും. ജാൻസി പറഞ്ഞ പറഞ്ഞു. പിന്നെ നിനക്ക് റാണിനെ കിട്ടത്തില്ല. അതെന്താ അങ്ങനെ? നീയൊക്കെ തൊട്ടാൽ പിന്നെ ഞാൻ പോയി തൊടാൻ പോവും. നീ ഒരു മര്യാദ സംസാരിക്കട്ടോ. ധർമ്മനോ? ധർമ്മപാലൻ ഞാൻ തന്ന വെള്ളം അടിച്ചിട്ട് എന്നോട് കളി കാണിക്കുന്നതാണ്. തമാശ പറഞ്ഞില്ലടാ, വിടറാ വിടറാ. നിനക്ക് ഞാൻ തരാടാ, നിനക്ക് ഞാൻ തരാം. ഈ കനകം മൂലം കാമിനി മൂലം കലഹം വലതും ദുരിതകൽ സുലഭം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അല്ല ധർമ്മ, എന്റെ രാജ്ഞി എപ്പോ വരുവടാ? തന്റെ രാജ്ഞി. ആ, അല്ല നമ്മുടെ രാജ്ഞി. നമ്മുടെ രാജ്ഞി. നിങ്ങളിതൊരു ലോഡ്ജാക്കല്ലേ? എടാ ദാസ, ഇതൊക്കെ മനുഷ്യ സഹജമായ കാര്യല്ലേ? നീ ഇപ്പോഴും ഇങ്ങനെ പഴഞ്ചൻ ലോകത്ത് നിൽക്കാണ്ട് ഒന്നൊന്ന് അപ്ഡേറ്റ് ആവടാ. നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തല്ലേ? അപ്പോ രാജ്ഞി ആർക്കാണ് തീരുമാനിക്കുന്നത്? ഒരു കളിയൊക്കെ കളിച്ച് ഒരു പെണ്ണിനെ കിട്ടാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? അത് തന്നെ. പണ്ടേ ശ്രീരാമന് ഈ ത്രയംബകം മില്ലൊക്കെ ഒടിച്ചിട്ട് സീതയെ കൊണ്ടുവന്നില്ലേ? അതുപോലെ. അപ്പോ കൗരവര് ചതുരംഗം കളിച്ച് പാഞ്ചാലിയെ കഴിച്ചു. അതെ അതെ അതെ. ഈ രാജ്ഞി ആരാന്നറിയോ? അറിയോ? അവളൊരു പരിധി പുഷ്പമാണ്. പരിധി പുഷ്പം. എന്നെ എവിടെയാ രാജ്ഞി? ഏത് ഉത്തുംഗത്തിൽ പോയി ഒളിച്ചിരിക്കുന്നു എന്റെ മദന കാമന പുഷ്പമേ. ചീലുള്ള പൂവ് ചുകന്നൊരു പൂവ് ചൂടി വരുന്നു ചിരി
അടിയന്റെ ചക്കയും മാങ്ങയും കട്ടോണ്ട് പോയി. പോലീസ് എവിടെ? കള്ളനെ പിടിക്കട്ടെ. ആരാ പോലീസ്? പോലീസ് ആരാ? ആരാ ആരാ പോലീസ്? പോലീസ്? ആരാ പോലീസ്? ഞാനാടാ പോലീസ്. വരുവാ പോലീസ്. മാധ്യമപ്രവർത്തകയ്ക്ക് പറ്റിയ പണി. കള്ളന്മാരാണെങ്കിൽ നമ്മളെ മനവും മൂത്രവും തീറ്റിക്കും. ഈ പത്രപ്രവർത്തകരുണ്ടല്ലോ, അവര് നമ്മളെ അതിലും വൃത്തികെട്ട വാർത്തകൾ തീറ്റും. ഡാ, 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 ഡാ. ഞാൻ പോലീസാടാ. നിന്നെ ലോകമർദ്ദനത്തിന് ഇരയാക്കിയിട്ടുണ്ടല്ലോ. ഉരുട്ടിക്കൊല്ലും, ഉരുട്ടി. ആ, എടി ജാൻസി, നീ പോയി കള്ളനെ കണ്ടുപിടിക്കും. ജാൻസിയോ? ജാൻസി മാഡം അങ്ങനെ വിളിക്കണം. ഇൻസ്പെക്ടർ ജാൻസി റാണി റിപ്പോർട്ടിംഗ് ഓൺ ഡ്യൂട്ടി സർ. കള്ള നായിന്റെ മോനെ, നിന്റെയൊക്കെ അന്ത്യാടാന്ന്. എടീ പോലീസേ, നീ പോയി കള്ളനെ കണ്ടുപിടിക്കുക. പിന്നെ തെറ്റിപ്പോയ പിഴയുണ്ടോ? പിഴയോ? ഇതൊന്നും ആദ്യം പറഞ്ഞില്ലല്ലോ. എന്നാ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ തോൽവി എന്താന്ന് ഞാൻ രുചിച്ച് നോക്കിയിട്ടില്ല. കള്ളനെ ഞാൻ കണ്ടുപിടിക്കുക ചെയ്യും. ഇപ്പൊ കണ്ടുപിടിക്കും. ഇങ്ങോട്ട് മാറിക്കടാ, ഇവിടെ കേക്കടാ. ഇനി വേറെ തെണ്ടി ഉണ്ടായിരുന്നല്ലോ. നീ വെറുതെ നിക്കണം. നിനക്ക് എന്താട്ടോ ഒരു കള്ള ലക്ഷണം? ധർമ്മേട്ടോ, ഒന്ന് മുന്നോട്ട് വാ, നോക്കട്ടെ. കള്ളനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ആരാ കള്ളൻ? കൈക്കൂലി കിട്ടുന്നതിൽ ഒരു പങ്ക് എല്ലാ ദൈവങ്ങൾക്കുമായി കൊടുക്കുന്നവൻ, ഘോരം ബാധിക്കുന്നവൻ, ഒളിസേവ പാരമ്പര്യമായി കിട്ടിയ കുസൃതിക്കാരൻ, ശ്രീരാമ ഭക്തൻ, കള്ളൻ ഈ നിൽക്കുന്ന ധർമ്മപാലനാണ്. ഞാനോ? കള്ളനോ? ധർമ്മൻ തന്നെയാണ് കള്ളൻ. ധർമ്മനല്ല, ധർമ്മപാല മഹാരാജൻ. ഞാനാണ് രാജാവ്. ഞാനാണ് ഇവിടുത്തെ രാജാവ്. എവിടെയാണ് എന്റെ സെക്യൂരിറ്റി? എടി പോലീസേ, നിനക്ക് 1000 രൂപ പിഴ. നീ പോയി കണ്ടുപിടിക്കും. ഇത്തവണ തെറ്റില്ല. എല്ലാം ശരിയാക്കി തരാടാ. നിന്നെ ഇടിച്ചു കുത്തി കഷായാക്കിട്ടേ ഇവിടെ നേരെ നിക്കണം. നിന്റെ മൂട്ടി പോലെ താഴെ വരെ നോക്കണം. അതാണോ? ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ. എവിടെ പോയി? ദാ, ദാ, ദാ. ഇവിടെ വാടാ. I found the culprit. ആരാത്? The culprit. ലോകത്തോട് മുഴുവൻ പരമപുച്ഛം, ഞാൻ എന്ന അഹങ്കാരം, തന്റെ അച്ഛന്റെ അച്ഛൻ ഒരു ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് അദൃശ്യമായ ഒരു പൂണൂല് കൊണ്ട് അങ്ങയുടെ സൗഹൃദത്തെ ബലപ്പെടുത്തുന്നവൻ, കള്ളൻ ഈ നിൽക്കുന്ന വിനയേന്ദ്രനാണ്. ഏയ് old man, എന്റെ പോലീസ് പറയുന്നു താനാണ് കള്ളൻ. മന്ത്രി പോലീസ് സാരാ, ഇതാണ് എന്റെ മന്ത്രി. നിനക്ക് 500 രൂപ വീണ്ടും പിഴ. അപ്പോഴേ ആ 500 മുൻപത്തെ 1000 കൂടി ചേർത്ത് 1500 രൂപ രാജാവിന്റെ ഖജനാവിൽ സമർപ്പിക്കുക പോലീസ്. രാജാവേ, ഒരപേക്ഷയുണ്ട്. കടുത്ത സാമ്പത്തിക മുറുക്കത്തിലാണ്. പറ്റുമെങ്കിൽ ഇതൊന്ന് ഒഴിവാക്കി തരണം. പ്ലീസ്. എടി ജാൻസി, ക്ഷമ പറയല്ലേ. രാജഭരണമൊക്കെ പണ്ട്. ഇത് ജനാധിപത്യമാണ്. ഇവിടെ അപേക്ഷയൊന്നുമില്ല. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നീണ്ടു നിവർന്ന് സംസാരിക്കണം. ദാ എന്നെ പോലെ. ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളനാരാന്നറിയോ? ഈ രാജാവാണ്.
മാത്രം. ഈ രാജാവിനെ ധിക്കരിച്ചാൽ കളിയും മാറും, കഥയും മാറും. എടി പോലീസേ, ഇനി നീ പോയി യഥാർത്ഥ കള്ളനെ കണ്ടുപിടിക്കും. ആ കൊടും കുറ്റവാളിയെ കണ്ടുപിടിച്ച് രാജാവിന്റെ കാൽക്കൽ കൊണ്ടുപോവാ. ഉത്തരവ്. രാജാവേ, കള്ളനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ ഇരിക്കുന്ന ദാസനാണ് യഥാർത്ഥ കള്ളൻ. എന്താണ് അവൻ ചെയ്ത കുറ്റം? രാജാവേ, ഇയാളെ ഞാൻ കണ്ടുപിടിക്കുന്നത് അങ്ങയുടെ അന്തഃപുരത്തിനടുത്ത് വെച്ചാണ്. രാജഭരണം അട്ടിമറിക്കുമെന്നും ജനാധിപത്യം കൊണ്ടുവരുമെന്നും ഇയാൾ പറഞ്ഞു. രാജാവിന്റെ ഖജനാവ് മോഷ്ടിച്ച് അതിലെ നിധിയും ധാന്യങ്ങളും ജനങ്ങൾക്കായി പങ്കിട്ടു നൽകുമെന്നും മന്ത്രിമാരെയും രാജാക്കന്മാരെയും ധൂർത്തന്മാരെന്ന് പ്രഖ്യാപിച്ച് കൊന്നുകളയുമെന്നും ഇയാൾ പറഞ്ഞു. എടോ മന്ത്രി, ഇത്തരം തെമ്മാടിത്തരം പറഞ്ഞു നിൽക്കുന്നവരെ കൊല്ലാൻ ചുമതല തന്റെയാണ്. ശിക്ഷയിൽ ഇളവ് വേണമെങ്കിൽ രാജാവിന്റെ കാലിൽ വീണ് മാപ്പ് പറയണം. ഞാൻ മാപ്പ് പറയില്ല. മാപ്പ് പറയടാ. മാപ്പ് പറയില്ല എന്ന് പറഞ്ഞില്ലേ? മാപ്പ് പറയണം. പറയടാ നീ. മാപ്പ് പറയടാ. മാപ്പ് മാപ്പ് ഞാൻ പറയടാ. മാപ്പ് പറയില്ല. മാപ്പ് ഞാൻ പറയടാ. മാപ്പ് പറയില്ല. ഞാൻ മാപ്പ് പറയില്ല. എടാ കുടിയാനെ, നിന്റെ പെണ്ണും നിന്റെ മണ്ണും നിന്റെ പൊന്നും ഈ കാൽ കീഴിൽ വെച്ച് ഈ കാല് നക്കിപ്പോയി ചരിത്രമുണ്ടോ നിനക്ക്? ഒരിക്കൽ നീ ഞങ്ങളുടെ ഇത് തട്ടിയെടുത്ത പണവും ധാന്യവുമെല്ലാം ഞാൻ ഈ ജനങ്ങൾക്ക് വിതരണം ചെയ്യും. അഴിമതിക്കാരായ ഈ അധികാര കൂട്ടത്തിനെ നാട് കടത്തുകയും തൂക്കിലെത്തുകയും ചെയ്യും. അടിച്ചമർത്തിയ ജനം ഈ രാജ്യം ഭരിക്കും. ജനാധിപത്യം പുലരുകയും ചെയ്യും. അന്ന് ജനം നിന്നെ തെരുവിൽ നേരിടും. നിന്റെ മരണം കണ്ട് ഞെട്ടിവിറയ്ക്കുന്ന അധികാര കൂട്ടത്തിന് മുന്നിൽ ജനം ഉച്ചത്തിൽ വിളിക്കും, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. മിണ്ടരുത്, മിണ്ടിപ്പോവരുത്. ഞാനാണ് രാജാവ്. ഇത്തരം രാജ്യദ്രോഹികളെ കൊല്ലേണ്ടത് ഞാനാണ്. രാജാവായ ഞാനാണ്. തമാശക്കാണെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഇനിയാ? ചാൻസി? ഇവനെ തൂക്കിലേറ്റാൻ സമയമായി. മന്ത്രി, തൂക്കാനവിടെ. പോലീസേ, എന്താണ് നോക്കി നിൽക്കുന്നത്? വലിച്ചടിച്ചോണ്ട് പോയവനെവിടെ? നിലയ്ക്ക് നിൽക്കണോടാ, നിലയ്ക്ക് നിൽക്കണം. നിന്നിട്ട് കൈയിട്ടവരെ നോക്കിയാണല്ലോ ചത്ത് ശവമാകും നായേ. നിലയ്ക്ക് നിൽക്കണം.